പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ സഹപാഠികൾക്കും കോളേജിനുമെതിരെ പോലീസിൽ മൊഴി നൽകി സഹോദരൻ. മരണത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നും കുടുംബം ആവർത്തിക്കുകയാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായ 3 പെൺകുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം കുറ്റക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാരോപിച്ച് ചുട്ടിപ്പാറ കോളേജിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷവുമുണ്ടായി. ഇവര് ക്യാമ്പ് നടത്തിയപ്പോൾ 87,000 രൂപ മിച്ചം വന്നു. അപ്പൊ ഇവര് പറഞ്ഞു വരവും ചെലവും തുല്യമാണെന്ന് പറഞ്ഞു. ആ പൈസയും കൊണ്ട് വീതിച്ച് 50 പേർക്കും കൂടെ വീതിച്ച് വരുമ്പോഴേക്കും 1600 അത്ര സംതിങ് ഉണ്ടായിരുന്നു. അപ്പോഴിവര് അവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ 1000 രൂപ വീതം കൊടുത്തിട്ട് പറഞ്ഞു ബാക്കി പൈസ ഞങ്ങൾ സ്പോൺസർഷിപ്പിൽ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ആ സ്പോൺസർഷിപ്പ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് വീതിച്ച് തരൂല, അത് നമുക്ക് ഉള്ളതാണെന്ന് പറഞ്ഞു. അതിനു വേണ്ടി എന്റെ കുഞ്ഞിനെ അപായപ്പെടുത്തിയതാണെന്നാണ് എനിക്ക് എന്റെ ഇത് മനസ്സിലായില്ലോ. ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും കൂടെ പ്രശ്നമാവൂലേ? അപ്പൊ അതിനു വേണ്ടിയാണ് അമ്മു എന്ന് പറയുന്നത് ഒരിക്കലും ഈ എന്റെ വീടിന്റെ മേലുള്ള ഈ ഹൈറ്റ് പോലും കയറാൻ പേടിയുള്ള കൊച്ചത്. അത്ര ഇതിൽ അതിന്റെ മണ്ടേ കയറുന്ന എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ അമ്മയും മകനും ദിവസങ്ങളായി ആവർത്തിച്ചു പറയുന്നതാണ് അമ്മുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണെന്ന്. ഇവരെല്ലാം കൂടെ കൊന്നതാണ്. കോളേജും അവരും പിള്ളേരും എല്ലാവരും കൂടെ മനഃപൂർവ്വം കെട്ടിയടക്കാൻ നോക്കുന്നതാണ്. തിരുവനന്തപുരം ഐരൂപ്പാറ സ്വദേശിനി അമ്മു സജീവ് MG സർവകലാശാലയ്ക്ക് കീഴിലെ പത്തനംതിട്ട ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ വിദ്യാർത്ഥിനി. പെൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ് മുറിയിൽ പക്ഷേ ഭിന്നത രൂക്ഷമായിരുന്നു. ഡിസംബർ മാസം ബാച്ച് ടൂർ സംഘടിപ്പിക്കാനുള്ള ആലോചനയിലായിരുന്നു. ഇതിന്റെ വിദ്യാർത്ഥി കോർഡിനേറ്ററായി അമ്മു സജീവിനെ തിരഞ്ഞെടുത്തു. എന്നാൽ ഒരു വിഭാഗം പെൺകുട്ടികൾ ഇതിനെ എതിർത്തു. മാത്രമല്ല പെൺകുട്ടികളിൽ ഒരാളുടെ പണം ക്ലാസ് മുറിയിൽ നിന്നും നഷ്ടപ്പെട്ടു. പരീക്ഷയ്ക്ക് മുൻപായി സമർപ്പിക്കേണ്ട ബുക്കുകളിലൊന്ന് കാണാതായതുമായി ബന്ധപ്പെട്ടും പരസ്പരം ആരോപണങ്ങൾ ഉയർന്നു. ഇതിനു പിന്നാലെ അമ്മുവിന്റെ പിതാവ് പ്രിൻസിപ്പലിന് പരാതി നൽകി. തർക്കത്തിലേർപ്പെട്ട പെൺകുട്ടികളുടെ രക്ഷിതാക്കളോടും പരാതിക്കാരനോടും 18-ന് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെയാണ് താഴെവെട്ടിപ്പുറത്തെ ഹോസ്റ്റൽ വളപ്പിൽ ദാരുണ സംഭവമുണ്ടായത്. NSS വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ 3ാം നിലയിൽ നിന്ന് അമ്മു സജീവ് താഴേക്ക് ചാടി. സഹപാഠികളായ 3 വിദ്യാർത്ഥിനികൾ അമ്മു സജീവിനെ മാനസികമായി പീഡിപ്പിച്ചു. രേഖാമൂലം പരാതി നൽകിയിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോളേജ് അധികൃതർ ഇടപെട്ടില്ല. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു പരിക്കേറ്റ അമ്മുവിനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നതിലും ചികിത്സ നൽകുന്നതിലും വീഴ്ചയുണ്ടായി. ഇതെല്ലാം ദുരൂഹമെന്നാണ് കുടുംബം ആവർത്തിക്കുന്നത്. ക്യാമ്പസിൽ വെച്ച് മർദ്ദനം നേരിട്ട വിവരം പെൺകുട്ടി കുടുംബത്തോട് പറഞ്ഞിരുന്നു. ഈ 3 പേരുടെ പേര് അമ്മു എപ്പോഴും പറയുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ അലീനയുടെ പേരാണ്. അലീന എന്ന് പറയുന്നത് അടിക്കാൻ വന്നത് നല്ല സൈസുള്ള പെണ്ണ്, അടിക്കാൻ വരെ വന്നിട്ടുണ്ടെന്ന് പറയുക. അവൾ പേടിച്ച് പോയി ബാക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഉള്ള പെൺപിള്ളേർ കാരണം തന്നെയാണ് അമ്മു മരിച്ചിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ്. ആശുപത്രി രേഖകൾ പ്രകാരം വൈകുന്നേരം 5:18-നാണ് അമ്മുവിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് പുറപ്പെട്ടപ്പോൾ സമയം 6:50. നിർണായകമായ 1 മണിക്കൂർ 32 മിനിറ്റ് സമയം പാഴാക്കപ്പെട്ടുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ബോധപൂർവ്വം പറഞ്ഞു തന്നെയായിരിക്കണം. എന്തോന്ന് ഹോസ്റ്റലിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അത് മറയ്ക്കാൻ വേണ്ടി കാണിച്ചതാണ്. 1.5 മണിക്കൂർ മേളിൽ ഇതാക്കിയെന്ന് വെച്ചാൽ ഡിലേ ആക്കിയെന്ന് പറയുന്നുണ്ട്. അത് ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയുള്ളതെന്ന് ഞാൻ തെളിയിച്ചിട്ട് അത്രേ എനിക്ക് പോലീസിനടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് നട്ടലിനും തുടയെല്ലുകൾക്കും സാരമായി പരിക്കേറ്റ അമ്മുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി മരണം സംഭവിച്ചു. ഇതുതന്നെയാണ് പ്രാഥമിക ചികിത്സയിലെ വീഴ്ച എന്ന സംശയങ്ങൾക്ക് ആധാരമാകുന്നത്. അമ്മുവിന്റെ സഹോദരൻ അഖിലിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പത്തനംതിട്ട പോലീസ് മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആരോപണ വിധേയരായ പെൺകുട്ടികളുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. കുടുംബത്തിന്റെ ആരോപണത്തിനും സഹോദരന്റെ മൊഴിയെടുപ്പിനും പിന്നാലെ ആരോപണ വിധേയരായ ആ 3 പെൺകുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന മധു എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. എന്നാൽ അമ്മുവിന്റെ മരണം ആത്മഹത്യ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുമുള്ളത്. ആത്മഹത്യാ പ്രേരണാ കുറ്റമാകും കസ്റ്റഡിയിലുള്ള പെൺകുട്ടികളുടെ പേരിൽ ചുമത്തുക. വൈകിട്ടോടെ 3 പേരുടെയും വൈദ്യപരിശോധന പൂർത്തിയാക്കി. അറസ്റ്റ് നാളെ രേഖപ്പെടുത്തിയേക്കും. എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്കത് അറിയണം. ഞാൻ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ, ഏതറ്റം വരെ.